ഹലോ എവ്രി വൺ, ട്രാവൽ വിത്ത് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഒരു സൂ കാണാൻ പോവാണ്. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ചെക്കർ വന്ന് ടിക്കറ്റ് കാണിക്കാൻ ആവശ്യപ്പെട്ടത്. ടിക്കറ്റ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റോസ്റ്റോക്കിലെ മെയിൻ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിന് ഇപ്പുറത്തെ വശത്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് ബെർലിനിലേക്ക് പോകേണ്ട ട്രെയിനാണ്. എല്ലാ യാത്രക്കാരും ട്രെയിനുകളും ബസ്സുകളും പിടിക്കുന്ന ധൃതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനും അവർക്ക് പിന്നാലെ തന്നെ വച്ചു പിടിച്ചിട്ടുണ്ട്. നമുക്ക് റോസ്റ്റോക്കിൽ നിന്ന് മറ്റൊരു ട്രാമിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. ട്രാമുകളെ ജർമ്മനിയിൽ സ്ട്രാസൻ ബാനുകൾ എന്ന് പറയുന്നു. 5 മിനിറ്റ് വ്യത്യാസത്തിൽ നമ്മുടെ ട്രാം പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അല്പം ധൃതിയിലാണ്. ഇവിടെയാണ് സ്ട്രാസൻ ബാനുകൾ വരുന്നത്. റോഡിൽ ഇത്തരത്തിലുള്ള ട്രാക്കുകളിലൂടെയാണ് ട്രാമുകൾ ഓടുന്നത്. പ്ലാറ്റ്ഫോമിൽ ഏകദേശം ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു സ്ട്രാസൻ ബാനാണ്. ഈ 6-ാം നമ്പർ ട്രാമിലാണ് നമുക്ക് പോകേണ്ടത്. ട്രാം ഏകദേശം ഫുള്ളാണ്. നമ്മളിപ്പോൾ റോസ്റ്റോക്കിലെ മെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കടന്നു. യാത്രക്കാരൊക്കെ അവരവരുടെ സ്റ്റോപ്പുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 25 മിനിറ്റ് യാത്രയുണ്ട്. 13 സ്റ്റോപ്പുകൾക്ക് അപ്പുറമാണ് റോസ്റ്റോക്കർ സൂ. നമ്മുടെ എതിർവശത്ത് നിർത്തിയിട്ടിരിക്കുന്നത് മറ്റൊരു ട്രാമാണ്. ഞാൻ ഈ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ പകർത്തുന്ന തിരക്കിലാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ബിൽഡിങ്സുകൾ കാണാനായിട്ട് സാധിക്കും. റോസ്റ്റോക്ക് ഒരു വലിയ നഗരം തന്നെയാണ്. ഒത്തിരി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. യാത്രക്കാരെല്ലാം തങ്ങളുടെ ട്രാമും ബസ്സുകളും ഒക്കെ കാത്തു നിൽക്കുന്ന തിരക്കിലാണ്. നമ്മളിപ്പോൾ ഏകദേശം സൂവിൽ എത്താറായിട്ടുണ്ട്. വളരെ കുറച്ചു പേര് മാത്രമേ ഇപ്പോൾ ട്രാമിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നുള്ളൂ. അവരെല്ലാം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടവരാണ്. കൂടുതലും കുട്ടികളും ഫാമിലീസും മറ്റുമാണ് സൂ കാണാനായിട്ട് എത്തുന്നത്. അടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മളിപ്പോൾ റോസ്റ്റോക്ക് സൂവിൽ എത്തി. എല്ലാ യാത്രക്കാരും ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കുട്ടികളെയും ഫാമിലീസിനെയും മറ്റും നമുക്കിവിടെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പോകേണ്ട വഴി എനിക്കത്ര നിശ്ചയമില്ല. എനിക്ക് മുന്നേ പോകുന്നവരുടെ കൂടെ തന്നെ ഞാൻ നടക്കുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ആദ്യമായിട്ട് വരുന്ന യാത്രക്കാർക്ക് ഒത്തിരി സഹായകരമാണ്. നമുക്ക് ഈ റോഡ് മുറിച്ചു കടക്കേണ്ടതായിട്ടുണ്ട്. സൂവിൻ്റെ എൻട്രൻസിൽ തന്നെ ഇത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്തുടർന്ന് പോയാൽ മാത്രം മതി. അതൊരു എളുപ്പമുള്ള കാര്യമാണ്. നമ്മളീ പോകുന്ന വഴിയിൽ അധികം യാത്രക്കാരൊന്നുമില്ല. നമ്മളിപ്പോൾ സൂവിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ റേറ്റുകളൊക്കെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എല്ലാവരും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ടിക്കറ്റ് എടുത്ത് സൂവിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. സൂവിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനിവിടെ കാണുന്ന പലതരത്തിലുള്ള വസ്തുക്കളും പരീക്ഷിക്കുന്ന തിരക്കിലാണ്. ഇവിടെ ആനിമൽസിൻ്റെ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഗാലറികളും മറ്റും നമുക്ക് കാണാം. അതൊക്കെ കണ്ട് ഞാൻ ഈ യാത്രക്കാരോടൊപ്പം മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ കാണുന്നത് ഈ എമുകളെയാണ്.
അവരെല്ലാം എന്തൊക്കെയോ കൊത്തി തിന്നുന്ന തിരക്കിലാണ്. നമ്മൾ എല്ലാവരും അല്പം മാറി നിന്നാണ് ഇവയെ കാണുന്നത്. എൻ്റെ വീഡിയോ പിടുത്തം കണ്ട് ഒരു യമു എത്തി നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ മാമോത്തിൻ്റെ ഒരു രൂപം നമുക്ക് കാണാം. കുട്ടികളെല്ലാം അത്ഭുതത്തോടെ അത് നോക്കിക്കാണുകയും അവിടെ നിന്ന് ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൂരക്കാഴ്ചയിൽ ഇത് ഒറിജിനലാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ കൊമ്പുകളൊക്കെ ആയിട്ട് കാണാൻ മനോഹരമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചുറ്റും നടന്ന് വീഡിയോ പിടിക്കുകയാണ്. ഇതൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ബിൽഡിങ്ങിന് മുന്നിലാണ് വന്നെത്തിപ്പെടുന്നത്. ഇവിടെ കല്ലുകൾ കൊണ്ട് ഒരു ആമ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. കുട്ടികൾ അതിൻ്റെ മുകളിലിരുന്ന് വീഡിയോയും ഫോട്ടോയും എടുക്കുന്നുണ്ട്. നമുക്കിവിടെ ആമകളെയും പല റെപ്റ്റൈൽസിനെയും കാണാനായിട്ട് സാധിക്കും. കുറച്ച് ആൾക്കാർ മുന്നിൽ കൂട്ടം കൂടി നിൽപ്പുണ്ട്. അവരെല്ലാം ഈ ആമകളെ കാണുന്ന തിരക്കിലാണ്. ഇവ ഗാലപ്പഗോസ് ജയന്റ് ടോർട്ടോയ്സ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. പതിയെ നടന്നു പോകുന്ന ഈ ആമകളെ നമുക്കിവിടെ കാണാം. ഒരു കുട്ടി കൗതുകത്തോടെ ഈ കാഴ്ച നോക്കിക്കാണുകയാണ്. കുറച്ച് ഉള്ളിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ജെല്ലി ഫിഷുകളുടെ ഒരു കൂട്ടം കാണാം. ഇത് ഒരു അക്വേറിയമാണ്. അതിനുള്ളിൽ മൊത്തം ജെല്ലി ഫിഷുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജെല്ലി ഫിഷുകളെ ഇത്രയും അടുത്ത് കാണുന്നത്. അതിൻ്റെ ഒരു കൗതുകം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ സാധിക്കും. ജെല്ലി ഫിഷുകൾ ഇങ്ങനെ നീന്തുന്നത് കാണാൻ നല്ല രസമാണ്. ഈ ലൈറ്റിൽ വെള്ളയും വയലറ്റും നിറങ്ങൾ ജെല്ലി ഫിഷിലിങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്. കുറച്ച് അപ്പുറം മാറി മറ്റു പല ജീവജാലങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ഫിഷുകളും നമുക്കിവിടെ കാണാം. ഇതിൻ്റെ ചുമരുകളൊക്കെ കടൽ പുറ്റുകളെ പോലെ നിർമ്മിച്ചിരിക്കുന്നവയാണ്. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കാണാൻ ഒറിജിനലിനെ വെല്ലുന്നത് തന്നെയാണ് ഇതെല്ലാം. കുറച്ചപ്പുറം മാറി അല്പം വലിയ ഒരു അക്വേറിയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പല വലിപ്പത്തിലുള്ള പല വർണ്ണത്തിലുള്ള മീനുകളെ നമുക്ക് കാണാം. കുട്ടികളെല്ലാം ഇത് കൗതുകത്തോടെ നോക്കിക്കാണുന്നു. പലരും ഇതിൻ്റെയൊക്കെ പേര് ചോദിക്കുന്ന തിരക്കിലാണ്. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഗാർഡൻ ഈലുകളെന്ന് അറിയപ്പെടുന്ന ഈ കടൽ ജീവികളെ കാണാനായിട്ട് സാധിക്കുന്നു. ഇൻഡോ പസഫിക് ഓഷ്യനിൽ 10 മുതൽ 50 അടി താഴ്ചയിൽ മണ്ണിലാണ് ഇവ കാണപ്പെടുന്നത്. മണ്ണിന് മുകളിൽ ഇവയുടെ തല മാത്രം നമുക്ക് കാണാം. കോളനികളായിട്ടാണ് ഇവർ താമസിക്കുന്നത്. വെള്ളത്തിൽ ഇവയുടെ തല ഇങ്ങനെ ആടുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവയുടെ വാസസ്ഥലം ചെടികളും മറ്റു പുല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കുറച്ച് അപ്പുറം മാറി നമുക്ക് ഇഗ്വാനകളെ കാണാം. പല പാറ്റേണിലുള്ള ഇഗ്വാനകളാണിവ. എല്ലാത്തിനും നല്ല വലിപ്പമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഉറുമ്പുകളുടെ സഞ്ചാരപാതയാണ്. എങ്ങനെയാണ് അവ ഭക്ഷണങ്ങൾ ശേഖരിച്ച് തങ്ങളുടെ പുറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കിളികളുടെ സൗണ്ടും മറ്റും കേൾക്കാൻ സാധിക്കുന്നുണ്ട്.
തടികൾ കൊണ്ട് നിർമ്മിച്ച ഇത്തരത്തിലുള്ളവ കുരങ്ങന്മാർക്കും മറ്റ് പക്ഷികൾക്കും ഒക്കെ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്തിരി മാറി കുറച്ച് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ഇവരെല്ലാം ഈ ടൂ ടോയ്ഡ് സ്ലോത്തിനെ കാണാനുള്ള തിരക്കിലാണ്. എല്ലാവരും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പകർത്തുന്നുണ്ട്. ഞാൻ ആദ്യമായാണ് ഇത്തരത്തിലൊരു ജീവിയെ കാണുന്നത്. അവയിങ്ങനെ കയറൊക്കെ പിടിച്ച് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് മാറി ഇവിടെ ഒരു ഒറാങ്കുട്ടനും അതിൻ്റെ കുഞ്ഞിനെയും നമുക്ക് കാണാം. ആദ്യം ഞാൻ കരുതിയത് ഒറാങ്കുട്ടൻ ഉറക്കത്തിലാണെന്നാണ്. പക്ഷെ ആളിന്ന് അല്പം മടി പിടിച്ച് കിടപ്പാണ്. ആൾക്കാർക്ക് ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യുന്നതേയില്ല. ഈ സൂയിൽ ഇത്തരത്തിൽ പൊക്കത്തിൽ നിന്ന് നമുക്ക് താഴെയുള്ള കാഴ്ചകൾ കാണുന്നതിലേക്കായിട്ടുള്ള കെട്ടിടങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. നമ്മൾ നേരത്തെ കണ്ട സ്ലോത്ത് ദേ കയറിലൊക്കെ പറ്റിപ്പിടിച്ച് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ അതിനെ താഴെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഡൈനോസറിനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാണാം. കുറച്ച് സൗണ്ട് ഇഫക്റ്റൊക്കെ ഇട്ട് ഇവിടെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മറ്റു പല മൃഗങ്ങളെയും കാണാം. ഇത് കഴുതകളാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കും. ഇവ ഒട്ടകങ്ങളാണ്. മരുഭൂമിയിലല്ലാതെ ഞാൻ ഒട്ടകങ്ങളെ ഇവിടെ ഈ ജർമ്മനിയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഹൈനകളെയാണ്. കൂടിനുള്ളിൽ കൂടി അവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള താറാവുകളെയും പക്ഷികളെയും കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ മൃഗങ്ങളുടെ ഫീഡിംഗ് ടൈമാണ്. ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ട പഴങ്ങളും മറ്റും നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് മയിലുകളെയും പാൻറ്റഗോണിയ മാറ എന്നറിയപ്പെടുന്ന സസ്തനികളെയുമാണ്. അർജന്റീനയിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. മുയലുകളെപ്പോലെയാണ് ഇവയെ കാണാൻ. പക്ഷേ ഇവ റോഡൻ്റ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഗിനി പന്നികളുമായിട്ടാണ് ഇവയ്ക്ക് കൂടുതലും സാദൃശ്യം. ഇതൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ റെഡ് പാണ്ടകളെ കണ്ടു. അവരിങ്ങനെ ഈ കയറിലും മരത്തിലുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫ്ലെമിംഗോകൾ. നല്ല ഓറഞ്ച് നിറത്തിലുള്ള ഇവ കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. ഒറ്റക്കാലിൽ നിന്ന് എല്ലാം ഉറക്കത്തിലാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ചീറ്റയാണ്. അവയെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾക്ക് മുകളിലായിട്ട് ഗുഹകൾ പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. താഴെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവയെ കാണാനായിട്ട് സാധിക്കത്തില്ല. മൊത്തം കാട് പോലെ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർക്ക് ചീറ്റയെ കാണുന്നതിന് സൗകര്യമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗുഹകൾ പോലെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ളിൽ ഇരുട്ടാണ്. ഞാൻ ഉള്ളിലേക്ക് കയറി. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയൊരു ഹോള് കാണാം. അതിനുള്ളിലൂടെ വേണം നമുക്ക് ചീറ്റയെ നോക്കാനായിട്ട്. ആള് നല്ല ഉറക്കത്തിലാണ്. എല്ലാ ആൾക്കാരും ഇത്തരത്തിലാണ് ഇവിടെ വന്ന് ചീറ്റയെ കാണുന്നത്. അങ്ങനെ ഉറങ്ങുന്ന ചീറ്റയെ നിരീക്ഷിച്ചതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. നമ്മളിപ്പോൾ കാണുന്നത് ലാമകളെയാണ്. കുതിരകൾ പോലെ നല്ല സ്പീഡിലാണ് ഇവയുടെ ഓട്ടം. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ദേ ഈ ലാമകൾ എൻ്റെ ക്യാമറയുടെ മുന്നിൽ കൂടി കുതിച്ചു പാഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവര് ഇങ്ങനെ ചാടി ചാടി പോകുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ 3-4 ലാമകളുണ്ട്. ആടിനോടും കുതിരയോടും സാമ്യം തോന്നിക്കുന്ന ജീവിയാണ് ലാമകൾ. നല്ല ഓട്ടക്കാരാണ് ഇവർ. ലാമകളെയൊക്കെ കണ്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ഹൈനകളെ ഞാൻ കണ്ടത്. അവർക്ക് കഴിക്കാനായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്തോ മാംസം നൽകിയിട്ടുണ്ട്. അത് കടിച്ചു പറിച്ച് കഴിക്കുന്ന തിരക്കിലാണ് അവർ.
നമ്മളിപ്പോൾ കാണുന്നത് നോർത്ത് അമേരിക്കൻ ബിസൺ അഥവാ ബഫലോകൾ എന്നറിയപ്പെടുന്ന മൃഗത്തിനെയാണ്. സമയം ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഇതിവിടുത്തെ റെസ്റ്റോറൻ്റാണ്. എല്ലാവരും ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള മെഷീനുകൾ കാണാനായിട്ട് പറ്റും. കോഫി മെഷീനുകളും ഐസ്ക്രീമിൻ്റെ സ്കൂപ്പുകൾ എടുക്കുന്ന മെഷീനുകളും പലതരത്തിലുള്ള ഡ്രിങ്കുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പ്ലേറ്റുകൾ ഇത്തരത്തിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡിഷസൊക്കെ നമുക്ക് സ്വയം സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ മെനു സലാഡുകളും പാസ്തയും സോസിലിട്ട മീറ്റും പൊട്ടറ്റോയും ഒക്കെയാണ്. എല്ലാവരും അവരവരുടെ ഡിഷസ് സെർവ് ചെയ്യുന്ന തിരക്കിലാണ്. ഞാൻ എനിക്ക് വേണ്ടി ഫുഡ് സെർവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള വലിയ പ്ലേറ്റുകൾ എടുക്കുകയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള വലിയ സെർവിങ് പ്ലേറ്റുകളിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റുകളും മറ്റും വയ്ക്കേണ്ടത്. ഞാൻ എനിക്ക് വേണ്ടി ഇന്ന് കഴിക്കാനെടുത്തത് കുറച്ച് പാസ്തയും പൊട്ടറ്റോസും മീറ്റും പിന്നെ ഡെസേർട്ടായിട്ട് ഒരു കേക്കും ആണ് എടുത്തത്. ഈ കേക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കേക്കുകളാണ്. നമ്മുടെ നാട്ടിലെ കേക്കുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ജർമ്മനിയിലെ കേക്കുകൾക്ക് ഉള്ളത്. ഇവിടെ കേക്കുകൾ നിർമ്മിക്കുന്നത് യോഗേർട്ടുകൾ വച്ചിട്ടാണ്. വളരെ ടേസ്റ്റാണ് ഇവിടുത്തെ കേക്കുകൾക്കൊക്കെ. റെസ്റ്റോറൻറ്റ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഡിഷസ് സ്വയം സെർവ് ചെയ്ത് കഴിക്കുകയാണ്. ഇവിടെ നമ്മൾ പേ ചെയ്യേണ്ടത് നമ്മളെടുക്കുന്ന ഡിഷസിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇവിടെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷനുണ്ട്. അവിടെ ഒരു കുട്ടി ഐസ്ക്രീമിന് വേണ്ടി തൻ്റെ അമ്മയോട് ശാഠ്യം പിടിക്കുകയാണ്. അവനിഷ്ടം ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ്. അതിന് മുകളിലിടേണ്ട ടോപ്പിംഗ്സ് ഒക്കെ അവൻ തന്നെ തിരഞ്ഞ് പിടിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടി എല്ലാ കാഴ്ചകളും നല്ല കൗതുകത്തോടെ നോക്കി നിൽപ്പുണ്ട്. അവൻ്റെ അമ്മ അവന് ഇഷ്ടപ്പെട്ട ടോപ്പിംഗ്സ് ഒക്കെ ആ ഐസ്ക്രീമിൽ ഇടുന്നുണ്ട്. ഈ സൂവിൽ നമുക്ക് ഒത്തിരി ഷോപ്സ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പലതരത്തിലുള്ള ടോയ്സും ടീഷർട്ട്സും കീ ചെയിൻസും ഒക്കെ അവൈലബിൾ ആണ്. ഫുഡ് കഴിക്കേണ്ട റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ തിരിച്ചു നമ്മുടെ ട്രാം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ റോസ്റ്റോക്കർ സൂ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രാമാണ്. നമുക്ക് പോവേണ്ട ട്രാം വന്നിട്ടുണ്ട്. ഞാൻ ഈ സൂയിൽ വന്നത് പോളാർ ബിയറുകളെയും പെൻഗ്വിനുകളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് അവയൊന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. സിംഹമില്ലാത്ത സൂവോ എന്ന് നിങ്ങൾക്കും ചോദിക്കാവുന്നതാണ്. സിംഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാം ഉറക്കത്തിലാണ്. കൂടിന് അപ്പുറത്തു നിന്ന് അതിൻ്റെ വീഡിയോ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ലിപ്സൊക്കെ ഞാനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ റോസ്റ്റോക്കിലെ മെയിൻ സ്റ്റേഷനിൽ എത്തി. ഇതാണ് റോസ്റ്റോക്കിലെ റെയിൽവേ സ്റ്റേഷൻ. വലിയൊരു സ്റ്റേഷനാണിത്. ഇവിടെ യാത്രക്കാരെയൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാം. നമുക്ക് പോകേണ്ട ട്രെയിന് 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോമുകളൊക്കെ സൂചിപ്പിക്കുന്ന ബോർഡുകളും ട്രെയിനിൻ്റെ ഡിസ്പ്ലേയും ഒക്കെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്നത് ഐസികളാണ്, അതായത് മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഒക്കെ പോകുന്ന ട്രെയിന്. ഇതാണ് നമുക്ക് പോകേണ്ട ഗ്രാൽമ്യൂരിറ്റ്സിലേക്കുള്ള ട്രെയിന്. ഈ ട്രെയിന് എപ്പോഴും 1 മണിക്കൂർ മുന്നേ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കാറുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ ഗ്രാൽമ്യൂരിറ്റ്സ് ഒരു ചെറിയ സ്ഥലമാണ്. 10 മണിക്ക് ശേഷം അവിടേക്ക് ട്രെയിനുകളൊന്നുമില്ല. നമുക്ക് ട്രെയിനിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ബട്ടണുകളിൽ പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരികെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വച്ചിരിക്കുന്നത് കണ്ടത്. ഇത് ജർമ്മനിയിലെ സ്ഥിരം കാഴ്ചകളാണ്. അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വച്ചിരിക്കും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.